أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الدرس الحادي عشر. പതിനൊന്നാമത്തെ അധ്യായം ബഖിയത്തു ഖംസി ഖവാഇദ സർഫിയ്യ. സർഫിയായ 5 ഖായിദകളിൽ നമ്മൾ 3 പറഞ്ഞു. ഈ ബാക്കിയുള്ള 2 കുറിച്ചാണ് പറയാൻ പോണത്. മതാ കാനത്ത് ഫഉഫ്തഅല മിൻ തഫഅല വതഫാഅല. ഇഫ്തഅല വസ്നിലുള്ള മതാ കാനത്ത് ഫഉൽ ഫിഅലി മതാ കാനത്ത് ഫഉൽ ഫിഅലി മിൻ തഫഅല വതഫാഅല. തഫഅല തഫാഅല ബാബിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഫിഅലിന്റെ ഫിഅൽ ആയാൽ വാഹിദൻ മിൻ ഹാദിഹിൽ ഹുറൂഫി അൽ 11, താഴെ പറയാൻ പോകുന്ന 11 അക്ഷരങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അക്ഷരം ആയാൽ വഹിയ താഉൻ സാഉൻ ദാലുൻ ദാലുൻ സായുൻ സീനുൻ ഷീനുൻ സാദുൻ ളാദുൻ ളാഉൻ ളാഉൻ. ഇത്രയും അക്ഷരങ്ങളാണ്. ഈ 11 അക്ഷരങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അക്ഷരം തഫഅല വസ്നിന്റെയോ തഫാഅല വസ്നിന്റെയോ ഫിഅലായിട്ട് വന്നാൽ ജാസ ഖൽബു താഇ, താഇനെ മറിക്കൽ അനുവദനീയമാകും. ബിജിൻസിൽ ഫാഇ, ഫാഇന്റെ ജിൻസ് കൊണ്ട് മറിക്കൽ നിർബന്ധമാകും, അല്ല ജായിസാകും. സുമ്മ ഇദ്ഗാമു അഹദിഹിമ, പിന്നെ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഇദ്ഗാം ചെയ്യലും ഫിൽ ആഖിരി, മറ്റേതിൽ ഇദ്ഗാം ചെയ്യലും ജായിസാകും. വൽ ഇത്യാനു ബി ഹംസത്തിൽ വസ്ലി, വസ്ലിന്റെ ഹംസയെ കൊണ്ടുവരലും ജായിസാകും. ഫി അവലിഹി, അതിന്റെ തുടക്കത്തിൽ. ഫതഖൂലു തതഹറ യതതഹറു എന്ന് പറയും. ഇത്തഹറ യതഹറു, ഈ തതഹറ യതതഹറുല് ഇത്തഹറ യതഹറു എന്ന് പറയും എന്ന്. ഇപ്പൊ എന്തേ കാട്ടിയത്? തഫഅല വസ്നിൽ ഉള്ള ഒരു ഫിഅലാണ് തതഹറ. അതിന്റെ ഫിഅൽ ആരാണ്? ത ആണ്. തഫഅല വസ്നിന്റെ മുജറദ് ഫഅല തഹറയാണ്. അപ്പൊ അവിടെ ഫിഅല് ത ആണ്. മറ്റേ തതഹറയിലെ ത എക്സ്ട്രാ വന്നതാണ്, സായിദ വന്നതാണ്. അതുപോലെ തതഹറയിലെ ഒരു ഹാവും സായിദ വന്നതാണ്. തഫഅല ഫഅല ഉള്ളൂ, ഇനി അതിൽ ഒരു താവും ഒരു ഐൻ ഫിഅലും എക്സ്ട്രാ വന്നു. അങ്ങനെയാണ് തതഹറ ഉണ്ടായത്. ഈ തതഹറയിലെ താഇനെ പിടിച്ചു കണ്ടിട്ട് എന്താക്കാന്നാ പറഞ്ഞത്? ത്വാഇന്റെ ഫാഫിഅൽ അതേ ജിൻസ് ആക്കി മാറ്റാം. അപ്പം താഇനെ കുറിച്ച് ത്വാആക്കാം എന്ന്. അപ്പൊ തഹറ എന്നായി. തഹറ. എന്നിട്ട് ആ ത്വാഇനെ ത്വാഇൽ ഇദ്ഗാം ചെയ്യാം. അപ്പൊ തഹറ എന്നായി. എന്നിട്ട് പിന്നെ തഹറ എന്ന് പറയുമ്പോൾ സുക്കൂൻ കൊണ്ടല്ല കലാമം തുടങ്ങുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വസല്ല ഹംസയുടെ തുടക്കത്തിൽ കൊണ്ടുവരും ചെയ്യാം. അപ്പൊ ഇത്തഹറ എന്നായി. തിരിഞ്ഞില്ലേ? മതാകാനത്ത് ഫഉൽ ഫിഅലി മിൻ തഫഅല വതഫാഅല, തഫഅലയിൽ നിന്നും തഫാഅലയിൽ നിന്നുമുള്ള ഒരു ഫിഅലിന്റെ ഫിഅൽ ആണെങ്കിൽ വാഹിദൻ മിൻ ഹാദിഹിൽ ഹുറൂഫിൽ 11, ഈ താഴെ പറയാൻ പോകുന്ന 11 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ, അതായത് താഓ സാഓ ദാലോ ദാലോ സായോ സീനോ ഷീനോ സോദോ ഗോദോ തോ ലോ ആണെങ്കിൽ ജാസ ഖൽബു താഇ, താഇനെ മറിക്കൽ ജായിസാകും. ബി ജിൻസിൽ ഫാഇ, ഫാഇന്റെ ജിൻസ് കൊണ്ട് മറിക്കൽ. അതായത് ഈ തഫഅല വസ്നിൽ വരുന്ന ഏതെങ്കിലും ഒരു ഫിഅലിന്റെ ഫിഅൽ ഒന്നുകിൽ താ ആയി, അല്ലെങ്കിൽ ത്വാ ആയി, അല്ലെങ്കിൽ സ്വാദായി. ഇപ്പൊ ഇവിടെ തതഹറയിൽ ത്വാ ആണ് ആയത്, അല്ലെ? ത്വാ ആണ്. ഈ 11 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഫിഅലായിട്ട് വന്നാൽ ഇവിടെ ത്വാ ആണ് ഫിഅലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ തതഹറയിലെ താഇനെ മറിക്കൽ അനുവദനീയമാണ്. ബി ജിൻസിൽ ഫാഇ, ഫാഇന്റെ ജിൻസ് കൊണ്ട്, അതായത് ത്വാഇന്റെ ജിൻസ് കൊണ്ട് മറിക്കൽ ജായിസാണ്. അപ്പം താഇനെ ത്വാആക്കൽ ജായിസാണ്. അപ്പൊ തതഹറ എന്നായി. സുമ്മ ഇദ്ഗാമു അഹദിഹിമ, പിന്നെ ആ രണ്ടിലൊരു ത്വാഇൽ നിന്ന് ഏതെങ്കിലും ഒരു ത്വാഇനെ ഇദ്ഗാം ചെയ്യലും ജായിസാണ്. ഫിൽ ആഖിരി, മറ്റേതിൽ. അപ്പൊ തഹറ എന്നായി. വൽ ഇത്യാനു ബി ഹംസത്തിൽ വസ്ലി ഫി അവലിഹി, അതിന്റെ തുടക്കത്തിൽ വസല്ല ഹംസയെ കൊണ്ടുവരലും ജായിസാണ്. അപ്പൊ ഇത്തഹറ എന്നായി.
ഫതഖൂലു അപ്പോൾ നീ പറയും ഫീ തതഹറ തതഹറയിൽ നീ പറയും യതതഹറു തതഹറ യതതഹറുൽ നീ പറയും ഇത്തഹറ യത്തഹിറു എന്ന് പറയും എന്ന്. മാദിയിലാണ് വസ്ലിൽ ഹംസ ഉണ്ടാകുക. മുദാരിഇൽ വസ്ലിൽ ഹംസ ഉണ്ടാവില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഒരു കലിമത്ത് സുക്കൂൻ കൊണ്ട് തുടങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ടാണല്ലോ വസ്ലിൽ ഹംസ കൊണ്ടുവന്നത് അല്ലേ? അപ്പൊ മാദിയിലാണ് ആ പ്രശ്നം ഉള്ളത്. ഇത്തഹറ മുദാരിഇലേക്ക് എത്ര മുദാറാത്തിന്റെ ഹർഫിന് ഫതഹത്താണ്. അവൻ പിന്നെ സുക്കൂൻ കൊണ്ട് തുടങ്ങുന്ന പ്രശ്നമാണില്ല. അപ്പൊ യത്തഹിറു എന്ന് പറയും നമ്മൾ. ഇത്തഹറ യത്തഹറു ഇത്തഹറ യത്തഹറു എന്ന് പറയും. ഇഫഅല യഫഅലു വസ്ന അപ്പം ഉണ്ടാവും. ഫഫീ തദാറക യതദാറകു തദാറക യതദാറകു എന്ന ഫിഅലിൽ നീ പറയും ഇദ്ദാറക യദ്ദാറകു എന്ന് നീ പറയും. ഇദ്ദാറക യദ്ദാറകു. ഇവിടെ എന്താ കാട്ടിയത്? തദാറക ഇവിടെ 11 അക്ഷരത്തിൽപ്പെട്ട ദാലാണ് ഇവിടെ തദാറക്കയിലെ ഫാഫിഅലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് ദാറക ദാറക ഇദ്ദാറക യദ്ദാറകു അങ്ങനെയായി. അതുപോലെ തസമ്മല യതസമ്മലു അവിടെ ഇസ്സമ്മല യസ്സമ്മലു എന്നായി മാറി. എന്താ കാരണം? ഇതിനെ കുറിച്ച് സായാക്കി. അപ്പൊ സിസമ്മല പിന്നെ ഇസ്സമ്മല ആയി മാറി. വസ്മുൽ ഫാഇൽ മിൻഹു കമാ ജാഅ ഫിൽ ഖുർആൻ അൽ മുസമ്മിൽ അതിൽ നിന്നുള്ള ഇസ്മു ഫാഇൽ കമാ ജാഅ ഫിൽ ഖുർആൻ ഖുർആനിൽ വന്നത് പ്രകാരം അൽ മുസമ്മിൽ ആണ്. അതുപോലെ ഇദ്ദസറ എന്തേലും സാധനം തദസറേനി തഫഅല വസനിലുള്ള സാധനം അതിനാണ് നമ്മൾ മുദ്ദസ്സിർ ഇദ്ദസറ എന്നാക്കിയത്. തദസറ താഇനെ മറിച്ചാണ് ദാലാക്കിയപ്പം ദദസറ, പിന്നെ ദാലിനെ ദാലിൽ ഇദ്ഗാം ചെയ്തപ്പോൾ ദസറ, പിന്നെ വസല്ല ഹംസയെ കൊണ്ടുവന്നപ്പോൾ ഇദ്ദസറ യദ്ദസ്സിറു മുദ്ദസ്സിർ. കദാലിക ഇസ്സയ്യനത് ഫസ്സയ്യനത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഭൂമി പച്ച പിടിച്ചു, അത് സുന്ദരിയായി മാറി എന്ന അർത്ഥത്തിൽ ഇസ്സയ്യനത്. തസയ്യന അതേനി താഇനെ മറിച്ചാണ്ട് സായാക്കി വസയ്യന ഇദ്ഗാം ചെയ്തു സയ്യന ഇസ്സയ്യന എന്നായി മാറി. അതുപോലെ ഇദ്ദാറ ഇവിടെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലാണ് അത് പറഞ്ഞത്. ഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. ഇവിടെ ഫദ്ദാറഅതും അവിടെ ഇദ്ദാറ എന്തേലും സാധനം തദാറഅ താഇനെ മറിച്ച് ദാലാക്കി ദദാറഅ ഇദ്ദാറഅ 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 ഇദ്ദാറഉ ഇദ്ദാറഇ ഇദ്ദാറഅത് ഇദ്ദാറഅത ഇദ്ദാറഅന ഇദ്ദാറഅത ഇദ്ദാറഅതുമാ ഇദ്ദാറഅതും. അതാണ് ഫദ്ദാറഅതും. അവിടെ കലാമിന്റെ ഇടയിൽ വന്നപ്പോൾ വസ്ൽ ഹംസ പോയി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വസ്ൽ ഹംസ പോവും എന്ന്. അങ്ങനെ വഖിസ് അലൈഹി ഇതിന്റെ മേൽ നീ ഖിയാസാക്കിക്കോ. എന്താണ് ഇത്തറബ യത്തറബു, അതുപോലെ ഇത്താബഅ യത്താബഉ, അതുപോലെ ഇസ്സബ്ബത യസ്സബ്ബതു, ഇസ്സാഖല യസ്സാഖലു, ഇദ്ദസ്സറ യദ്ദസ്സറു, ഇസ്സക്കറ യസ്സക്കറു, ഇസ്സമ്മല യസ്സമ്മലു, ഇസ്സാവറ യസ്സാവറു, ഇസ്സറഅ യസ്സറഉ, ഇസ്സാറഅ യസ്സാറഉ, ഇശ്ശജ്ജഅ യശ്ശജ്ജഉ, ഇശ്ശാഅറ യശ്ശാഅറു, ഇസ്സഅദ യസ്സഅദു, ഇസ്സാഅദ യസ്സാഅദു, ഇദ്ദറഅ യദ്ദറഉ, ഇദ്ദാറഅ യദ്ദാറഉ, ഇത്താബഖ യത്താബഖു, ഇത്തറഖ യത്തറഖു, ഇല്ലഹറ യല്ലഹറു, ഇല്ലാഹറ യല്ലാഹറു. ഇങ്ങനെയുള്ള ഫിഅലുകളൊക്കെ ജൈനബേലാണ്ട് ഖിയാസാക്കിക്കോ. ഖിയാസാക്കിയാൽ മാത്രം പോരാ, അതിന്റെ അർത്ഥം നാളെ വരുമ്പോൾ എഴുതി കൊണ്ടുവരണം. വമതാകാന ഐനുൽ ഫിഅലി മിൻ ഇഫ്തഅല ഇഫ്തഅലയിൽ നിന്നുള്ള ഐൻ ഫിഅലി വല്ല സന്ദർഭത്തിലും ആയാൽ വാഹിദൻ മിൻ തിൽക്കൽ ഹുറൂഫിൽ 11 ഈ നേരത്തെ പറഞ്ഞ 11 അക്ഷരങ്ങൾ ആ 11 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായാൽ ജാസ ഇസ്കാനു താഇ താഇനു സുകൂൻ ചെയ്യൽ ജായിസാകും. ഇദ്ഗാമുഹു ഫിൽ ഐനി ഐനിൽ ഇദ്ഗാം ചെയ്യലും ജായിസാകും. ബഅദ ഇബ്ദാലിഹി ബിഹർഫിൻ മുജാനിസിൻ ആ താഇന് പകരം ആ ഐൻ ഫിഅലിനോട് യോജിച്ച ഒരു ഹർഫിനെ പകരം
കൊണ്ടുവന്നതിന് ശേഷം താഇനെ കളഞ്ഞിട്ട് പിന്നെ ഐൻ ഫിഅലിനോട് യോജിച്ച ഒരു ഹർഫിനെ കൊണ്ടുവന്നതിന് ശേഷം വഇൻദ ഇതിൻ അസന്ദർഭത്തിൽ നീ പറയും വഇൻദ ഇതിൻ അസന്ദർഭത്തിൽ തുൻഖലു ഹറകത്തു താഇ താഇന്റെ ഹറകത്തിനെ നഖൽ ചെയ്യപ്പെടും ഇലാ ഫഇൽ ഫിഅലി ഫഇലേക്ക് നഖൽ ചെയ്യപ്പെടും വതബദ്ദലു അത് പകരം ആവുകയും ചെയ്യും ഇലൽ കസ്രി കസ്റിലേക്ക് പകരം ആവുകയും ചെയ്യും മാറുകയും ചെയ്യും എന്നർത്ഥം. ഈ തബദ്ദലു എന്ന് പറഞ്ഞാൽ തതബദ്ദലു എന്നതിൻ്റെ അസ്ൽ നമ്മൾ ഇന്നലെ പഠിച്ച സാധനം ഒരു താഇനെ കളയൽ അതിനുവദനീയമാണ്. അപ്പോൾ കളഞ്ഞു, അപ്പോൾ തതബദ്ദലു തബദ്ദലു ആയി. ഫതഖൂലു ഫി ഇഖ്തസമ ഇഖ്തസമയിൽ നീ പറയും ബഅദ ഇജ്റാഹി ഹാദിഹിൽ അമലിയ ഈ ഓപ്പറേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം നടത്തിയതിൻ്റെ ശേഷം നീ പറയും ഖിസ്സമ എന്ന് പറയും, യഖിസ്സിമു ഖിസ്സാമൻ എന്ന് പറയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ യഖിസ്സിമൂൻ എന്ന് പറഞ്ഞത്. സൂറത്ത് യാസീൻ യഖിസ്സിമൂൻ. ആർക്കെങ്കിലും ആയത്ത് ഓർമ്മയുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ആയത്ത് നാളെ പഠിച്ചിട്ട് വരുന്നു. യാസീൻ സൂറത്ത് നമ്മളെ പഠിക്കേണ്ട ഒരു സൂറത്താണ്. യാസീൻ സൂറത്ത് ഇവിടെ ഒരു പൊതുവിൽ ഈ ഖുറാഫികളായ ആളുകൾക്കൊക്കെ യാസീൻ സൂറത്ത് അറിയാം. പൊതു സമൂഹത്തിൽ അവരെന്താ വെച്ചാൽ ഈ യാസീനാണ് ഖബറുമെച്ചെന്ന് ഓതുന്ന ഒരു സൂറത്തായിട്ട് ഓലങ്ങനെ പഠിച്ചു വെച്ചതാണ്. അതേസമയം യാസീന് വലിയ ആശയങ്ങളും അർത്ഥങ്ങളും ഉള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് കിടക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ്. അതിനെക്കുറിച്ച് ദുർബലമായ പല നിവേദനങ്ങളും വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ വലിയ മഹത്വം ഉള്ള സൂറത്താണ് എന്ന് പറഞ്ഞു കണ്ടിട്ട്. അപ്പോൾ ഒരു സംഗതിക്ക് മഹത്വം സ്ഥിരപ്പെടുകയും അതിന് ഇന്നാലിന്ന ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറഞ്ഞാൽ ദുർബലമായ റിപ്പോർട്ടുകൾ വരികയും ചെയ്താൽ ആ ദുർബലമായ റിപ്പോർട്ടുകൾ പരിഗണിക്കപ്പെടും. ഇതുപോലെ തിങ്കളാഴ്ച നോമ്പുണ്ട്, അത് സ്ഥിരപ്പെട്ടു, സഹിഹായ നിലക്ക് സ്ഥിരപ്പെട്ടു. ഇനി തിങ്കളാഴ്ച നോമ്പ് പറ്റാൽ വലിയ പ്രതിഫലങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ്ടിട്ട് ദുർബലമായ ഹദീസുകൾ വന്നാൽ ആ ഹദീസുകൾ മൗദൂഇന്റെ വക്കത്ത് എത്തി നിൽക്കുന്ന പറ്റേ ദുർബലമായ ഹദീസുകൾ സ്വീകരിക്കില്ല. മൗദൂഇന് എന്തായാലും സ്വീകരിക്കില്ല, കള്ള ഹദീസ് എന്തായാലും സ്വീകരിക്കില്ല. അതല്ലാത്ത ചെറിയ ദൗർബലമായ റിപ്പോർട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ ദൗർബല്യങ്ങളൊക്കെ ഉള്ള റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ഫദായിലിൽ പരിഗണിക്കപ്പെടും. പണ്ഡിത ലോകത്ത് പൊതുവിൽ എന്നാലും അങ്ങനെയും പരിഗണിക്കാൻ താല്പര്യം കാണിക്കാത്ത പണ്ഡിതന്മാരുണ്ട്. പിന്നെ ഹജർ അൽ അസ്ഖലാനിയൊക്കെ തബ്യീനുൽ അജബ് പോലുള്ള കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെയും പരിഗണിക്കില്ല. വേറെ ഇതിൽ കുല്ലു ദീൻ എന്നാണ്, ഒക്കെ ദീനാണ്, അങ്ങനെ ഫദായിൽ പരിഗണിക്കുക. അങ്ങനെ മൂപ്പര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കാട്ടി? ഇഖ്തസമനെ ഇപ്പം എന്താ കാട്ടിയത്? മതാക്കാൻ ഐനുൽ ഫിഅലി മിൻ ഇഖ്തസമ, ഇഖ്തസമയിൽ നിന്നുള്ള ഐൻ ഫിഅൽ ആയാൽ വാഹിദ മിൻ തിൽക്കൽ ഹുറൂഫി അൽ 11, ആ 11 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമായാൽ, അതോടൊപ്പം ഐൻ ഫിഅൽ ആരാണ്? ഖ എന്താണ്? ഇഖ്തസമയിലെ ഫാ ഫിഅലാണ്. അപ്പോൾ അതല്ല. പിന്നെ ആരാണ്? താ അല്ല, അത് ഇഫ്തഅലയിലെ സായിദയാണ്, അതുമല്ല. പിന്നെ സ്വാദ്, അതാണ് ഇപ്പൊ ഐൻ ഫിഅൽ. ആ ഐൻ ഫിഅൽ അത് എന്താണ്? ഈ 11 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണോ? ആണ്. സ്വാദ് അതിൽപ്പെട്ട 11 അക്ഷരപ്പെട്ട ഒരു അക്ഷരം ആണ്. അങ്ങനെ ആയാൽ എന്താണ് പറ്റുക? ജാസ ഇസ്കാനു താഇ, ആ താഇന് സുക്കൂൻ കൊടുക്കണം. ഇഖ്തസമയിലെ താഇന് സുക്കൂൻ കൊടുത്തു, അപ്പം ഇഖ്തിസമ എന്നാക്കാൻ പറ്റും. അപ്പോൾ ഇദ്ഗാമുഹു ഫിൽ ഐനി, ആ താഇനെ പിടിച്ച് കണ്ടിട്ട് ഐൻ ഫിഅൽ ഇദ്ഗാം ചെയ്യാം. അതെങ്ങനെ? നടക്കൂലല്ലോ. താഇനെ പിടിച്ചാണ്ട് ഐൻ ഫിഅൽ സ്വാദിൽ ഇദ്ഗാം ചെയ്ത് നടക്കൂല. അപ്പോൾ എന്താണ് അങ്ങനെ ഇദ്ഗാം ചെയ്യേണ്ട? ഇടങ്ങേറായി ഇദ്ഗാം ചെയ്യേണ്ട. ബഅദ ഇബ്ദാലിഹി ബി ഹർഫിൻ മുജാനിസിൻ ലി ഐനിൽ ഫിഅലി, ആ സ്വാദിനോട് യോജിച്ച അക്ഷരമാക്കിയിട്ട് ഈ താഇനെ പകരമാക്കിയതിന് ശേഷം മതിയെന്ന്. അപ്പോൾ ആ താഇനെ ഒഴിവാക്കിയിട്ട് സ്വാദാക്കിയിട്ട് മതിയെന്ന്. അപ്പം എന്താ? ഇഖ്സമ എന്നായി ഇങ്ങോട്ടോ. അപ്പം ഇങ്ങോട്ട് അതിന് ഇദ്ഗാം ചെയ്യാൻ. അപ്പം ഇഖ്സമ എന്നായി. ഇഖ്സമ ഇങ്ങനെയായി. അപ്പോൾ നമ്മളെ ഹാഇന് സുക്കൂൻ തന്നെയാണ്.
വഇന്ദഇദിൻ അസന്ദർഭത്തിൽ തുൻഖലു ഹറക്കത്തു താഇ താഇന്റെ ഹറക്കത്തിനെ നഖ്ല് ചെയ്യപ്പെടും ഇലാ ഫാഇൽ ഫിഅലി ഫാഇൽ ആരവിടെ ഖായിലേക്ക് നഖ്ല് ചെയ്യപ്പെടും. അപ്പൊ എന്തായി ഇഖസ്സമ എന്നായി അല്ലേ. എന്നിട്ട് വതബദ്ദലു ഇലൽ കസ്രി എന്നിട്ട് ആ ഹറക്കത്തിനെ കസ്റിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അപ്പൊ എന്തായി ഖിസ്സമ. എന്നാ പിന്നെ എന്തിനാ പിന്നെ ആദ്യം തന്നെ അല്ലേ? നമ്മളിപ്പോ എന്തേലും ഇപ്പൊ ഉണ്ടായിരുന്നത് ഇഖ്തസമന്റെ താഇന്റെ ഹറക്കത്തിനെ കളഞ്ഞു. എന്നിട്ട് താഇന്റെ ഹറക്കത്തിനെ എടുത്ത് കണ്ടിട്ട് ആർക്ക് കൊടുത്തു? ഖാഇന് കൊടുത്തു. അപ്പം ഇഖസ് സമ എന്നായി. മൂപ്പര് പറഞ്ഞ പകരം ഇഖസ് സമ എന്നായി. ഇഖത്ത് സമ എന്നിട്ട് ആ താഇനെ ഒഴിവാക്കിയായിട്ട് പകരം സ്വാദ് കൊണ്ടുവന്നു. ഇതിന് മുജാനിസായ സ്വാദിനെ കൊണ്ടുവന്നു. അപ്പൊ ഇഖസ് സമ എന്നായി. എന്നിട്ട് ഇദ്ഗാം ചെയ്തു. അപ്പൊ ഇഖസ് സമ എന്നായി. ഇങ്ങോട്ട് പിന്നെ അപ്പൊ പിന്നെ ആ വസൽ ഹംസന്റെ ആവശ്യമില്ല. വസൽ ഹംസനെ നമ്മൾ എന്തിനാ കൊണ്ടുവന്നത്? ഇഖ്തസമയില് വസൽ ഹംസനെ കൊണ്ടുവന്ന് സുക്കൂൻ കൊണ്ട് തുടങ്ങൽ ബുദ്ധിമുട്ടായിട്ട് ഈ ഖാഇന് ഫത്ഹ് വന്നതോടുകൂടെ പിന്നെ ആ വസൽ ഹംസക്ക് ആവശ്യമില്ല, അതിനെ ഒഴിവാക്കാം. അപ്പൊ ഹസ്സമ പിന്നെ ഹസ്സമ എന്നായി മാറി. പിന്നെ പഞ്ഞിയോ ഈ ഖാഇന് കസ്റു, ആ ഖാഇന്റെ ഹറക്കത്ത് മാറ്റിയാണ്ടിട്ട് കസ്റു ആക്കുക. അപ്പൊ ഹിസ്സമ എന്നാ പിന്നെ ആദ്യം തന്നെ അല്ലേ, ആദ്യം തന്നെ ഇതിനെടുത്താണ്ടിട്ട് ആ താഇന്റെ ഹറക്കത്ത് എടുത്താണ്ട് ഖാഇന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് മൂപ്പര പറഞ്ഞമാതിരി ഇങ്ങനെ വളഞ്ഞ് മൂക്കുറിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇഖ്തസമയിൽ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു പണി ചെയ്യാനുള്ളൂ. എന്ത്? ഇഖ്തസമ താഇന്റെ ഹറക്കത്തിനെ കളഞ്ഞു, എന്നിട്ട് താഇനെ മറിച്ചിട്ട് സ്വാദാക്കി. അപ്പൊ എന്തായി? ഇഖ്സമ എന്നായി. അങ്ങനെ സ്വാദിനെ സ്വാദിൽ ഇദ്ഗാം ചെയ്തു. അപ്പൊ ഇഖ്സമ എന്നായി. എന്നിട്ട് ഈ സുക്കൂനുള്ള ഖാഇന് നമ്മൾ ഒരു കസ്റിട്ട് കൊടുത്തു. അപ്പൊ വസൽ ഹംസനെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. കാരണം ആ ഖാഇന് സുക്കൂനുള്ളതുകൊണ്ടാണ് ആ വസൽ ഹംസനെ നമ്മൾ അവിടെ നിർത്തിയത്. സുക്കൂൻ കൊണ്ട് തുടങ്ങൽ ബുദ്ധിമുട്ടായതുകൊണ്ട്. ഇനിയിപ്പോ ഈ ഖാഇന് നമ്മളൊരു കസ്റിട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ഹിസ്സമാന്നായി. ഇത്ര പണിയുള്ളൂ. ആ ഖാഇന് ആ ഫത്ഹത്ത് കൊടുത്ത് ഇങ്ങോട്ട് ലാസ്റ്റ് ആ ഫത്ഹത്ത് ഒഴിവാക്കി ഇങ്ങോട്ട് അവിടെ കസ്റിട്ട് ഇട്ടുകൊടുത്ത്. എന്തിനായത്? അതിനൊന്നും ആവശ്യമില്ലല്ലോ. അവിടെ നമ്മൾ ഇതേമായിട്ട് പണിയെടുത്തു. അങ്ങനെ യഹിസിമു ആയി മാറി. ഹിസ്സാമൻ ഇഖ്തിസാമൻ എന്നുണ്ടായിരുന്നു, അത് ഹിസ്സാമൻ എന്നായി മാറി. തിരിഞ്ഞില്ലേ? കമാ ജാഅ ഫിൽ ഖുർആൻ യഹിസിമൂൻ. ഇനി അടുത്ത ചോദ്യോത്തരാണ്. മതാ വഫി അയ്യിൽ അബ്വാബി യുംകിനു ഖൽബു താഇ ബിജിൻസി ഫാഇൽ ഫിഅൽ. ഫാഇലിന്റെ ജിൻസിനൊപ്പിച്ച് നമ്മളെ താഇനെ മറിക്കല് ഏതൊക്കെ ബാബിലൊക്കെയാണ് പറ്റുക, ഏതൊക്കെ സന്ദർഭത്തിലാണ് പറ്റുക? എല്ലാ ബാബിലും പറ്റൂല, ചില ബാബുകളിലേ പറ്റുള്ളൂ. ആ ബാബിൽ തന്നെ എല്ലപ്പോഴും പറ്റൂല, ചില പ്രത്യേക സന്ദർഭങ്ങളിലേ പറ്റുള്ളൂ. ആ സന്ദർഭം മാഹിയൽ ഹുറൂഫുൽ 11 അല്ലത്തി തുഖ്ലബു ബിജിൻസി ഫാഇൽ ഫിഅൽ. ഫാഇലിന്റെ ജിൻസിനോടൊപ്പിച്ച് തഫഉൽ ബാബിലും തഫാഉൽ ബാബിലും മറിക്കപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നേരത്തെ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി ആവും അല്ലേ? ആവോ? ആവൂല. ഉദ്കുർ മാദിയ ഹാദിഹിൽ അഫ്ആൽ. താഴെ വരുന്ന ഫിഅലുകളുടെ മാദി പറയാണ്. തഖാതലു അൽ വുഹൂഷു. അതുപോലെ തഖാതലുൽ വുഹൂഷു എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ പരസ്പരം പോരടിച്ചു. തസൽസലുൽ ജിബാലു നാറൻ തലദ്ദാ തനസ്സലുൽ മലായികത്തു. ഇതിൻ്റെയൊക്കെ മാദി പറയണം. ഇതിപ്പോൾ എങ്ങനെ മുദാരിക്കാലത്തിലായതെന്നുള്ള കൂടുതൽ രസത്തിനാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ സാധനമാണ്. ഉദ്കുർ സിയഗ ഹാദിഹിൽ അഫ്ആൽ വ ഉസൂലഹ. ഇസ്തഹബ ഇതിൻ്റെ യഥാർത്ഥ സിയഗ. ഇതിൻ്റെ സിയഗ എന്ന് പറയുന്നതിൻ്റെ വസ്ന് ഏത് വസ്നാണ്? തഫഅല വസ്നാണോ, തഫഅല വസ്നാണോ, തഖാതല വസ്നാണോ, അല്ലെങ്കിൽ ഫഅല വസ്നാണോ? ഏതാ വസ്ന് വെച്ചാൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അസുരം പറയണം. ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്തായിരുന്നു, പിന്നെ എങ്ങനെ ആയത്? ഇസ്തഫ, ഇദ്തറബ, ഇത്തലഅ, അതുപോലെ സാഖൽതും.
ദാറഅ്തും തജറ തസഅ യഖ്സിമൂൻ. ഇതിന്റെ അർത്ഥം മുമ്പ് എഴുതാത്ത ഫിഅലുകളുടെ ഫിഅലുകൾ ഏതെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, മുമ്പ് പറയാത്ത ഏതെങ്കിലും ഫിഅൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എഴുതി കൊണ്ടുവരണം. ഇങ്ങനെ തോന്നുന്നുണ്ട് ചങ്ങായിക്ക് അതിന്റെ അർത്ഥമാണ് പറഞ്ഞ പോലെ ഇല്ലേ? തോന്നുന്നുണ്ടാവോ? എനിക്കൊക്കെ തോന്നിനി. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഡിക്ഷണറി നോക്കി പഠിക്കണം. മനസ്സിലായില്ലേ? ആ ഡിക്ഷണറി നോക്കാനുള്ള മടി പോകണം. ഈ റിസർച്ച് മെന്റാലിറ്റി വരണം നിങ്ങൾക്ക്. അതായത് ഷെയ്ഖ് അബ്ദുൽ അസീസ് റൈസ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇന്നലെ ഇവിടെ വന്നു. പിന്നെ മിനിഞ്ഞാന്ന് രാത്രി അദ്ദേഹം ഒരു ചെറിയൊരു വിദ്യാർത്ഥി സമൂഹത്തിന് ക്ലാസ് എടുക്കില്ല, ചെറിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളും കൂട്ടത്തിൽ ഞാനും, എന്നപ്പോൾ വിദ്യാർത്ഥി എന്നൊന്നും പറയാൻ പറ്റില്ല, കെൻറ്റൻകാരൻ അങ്ങനെ വിദ്യാർത്ഥി ചെയ്യുക, എന്നാലും പഠിക്കുന്ന ഒരാൾ എന്നുള്ളവർക്ക് വിദ്യാർത്ഥി എന്ന് പറയാം. അങ്ങനെ മൂപ്പർ ഇങ്ങനെ കാഷ്വൽ ടോക്കാണ്. ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഈത്തപ്പഴം കട്ടൻ ചായയൊക്കെ കുടിച്ച് കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുക. ഒരു വെടിവെട്ടം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഗതി. അപ്പം അതിലിങ്ങനെ മൂപ്പർ ഇങ്ങനെ ഒരാൾ ചോദിച്ചു, വലിയ ബിരുദം ഇതൊക്കെ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ വന്നു. അതുപോലെ ഒരു ഇൽമു പഠിക്കണമെങ്കിൽ ഒരു മുറബിയായ ആലിമ് വേണ്ടേ, മുറബിയായ ആലിമിൻ്റെ അടുത്ത് നിന്നല്ലേ ഇൽമു പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പല പണ്ഡിതന്മാരും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. മൂപ്പർ പറഞ്ഞു ശരിയാണ്. അപ്പോൾ കച്ചവടം അത് ഒരാൾക്ക് നല്ല കച്ചവടക്കാരനാകണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ബിസിനസ്മാൻ്റെ ഒരു ഗൈഡൻസ് വേണം. അപ്പോൾ എനിക്ക് ടാറ്റനെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ടാറ്റൻ്റെ ഒരു ഗൈഡൻസ് കിട്ടണം. അപ്പോൾ ടാറ്റൻ്റെ മാതിരത്തൊരു വാപ്പ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു അധ്യാപകൻ എനിക്ക് വേണം, എന്നാലേ എനിക്ക് ആ രൂപത്തിലൊരു ബിസിനസ്സുകാരനാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ടാറ്റനെ പോലത്തെ ഒരാളും കിട്ടാനില്ല, ടാറ്റനും കിട്ടാനില്ല ഗൈഡൻസ് ചെയ്യാൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കച്ചവടം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഒരാൾ കച്ചവടത്തിനോട് മൂടുള്ള ഒരാൾ അങ്ങനെ വിചാരിക്കുമോ? കൂത്തിരുന്ന് അധ്വാനിക്കും അല്ലേ, സ്വന്തം നിലക്ക് ബിസിനസ് സ്റ്റഡീസ് നടത്തും, വലിയ ബിസിനസ് സ്ഥാപനത്തിൽ പോയി കണ്ടിട്ട് ആ രൂപത്തിലുള്ള ആളൊക്കെ കണ്ടെത്തി അയാളെ ഗൈഡൻസ് അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അതിന് ഇവൻ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലക്കാ ഓടം കയറിയാണ് ഓടുന്നത്. അവനക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു വലിയ ഒരു ട്രെയിനർ അവനക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്ന വലിയ സ്ഥാപനങ്ങളുണ്ട്, അവിടെ അഡ്മിഷൻ കൊടുത്ത് ചേരാൻ അവനക്ക് വകുപ്പില്ല. പക്ഷെ അവന് ബിസിനസ് ചെയ്യണം, അവന് ഭയങ്കര ആഗ്രഹം. ഓൻ പൈസ ഉണ്ടാക്കി, അവന് ബിസിനസ്സിനെ കുറിച്ച് അറിയാവുന്ന രൂപത്തിലൊക്കെ അവനക്ക് കിട്ടാവുന്ന രൂപത്തിലുള്ള വിജ്ഞാനങ്ങളൊക്കെ സമ്പാദിച്ചു. എന്നിട്ട് ഓൻ ബിസിനസ് ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് പിന്നെയും പഠിച്ച് ഇങ്ങനെ വലിയ ബിസിനസ്സുകാരായ ആൾക്കാരില്ലേ? MA യൂസുഫ് അലി, അയാൾ ഏത് സ്ഥാപനത്തിൽ പോയി കണ്ടിട്ടാ ബിസിനസ് അടിച്ച്? MA യൂസുഫ് അലി എവിടുന്ന ബിസിനസ് അടിച്ച്? ചുമട്ടു തൊഴിലാളിയായിരുന്നു. ഇവിടെ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച് MBA അല്ലേ, വലിയ ബിസിനസ്സിൻ്റെ ഒക്കെ ബിരുദം അതൊക്കെ പഠിച്ചു വന്ന വലിയ ആൾക്കാരുണ്ട്. മൂപ്പര താഴത്ത് മൂപ്പര സ്ഥാപനത്തിൽ മൂപ്പര പണിക്കാരായിട്ടിരിക്കുന്നത്. ഇയാളോട് ബിസിനസ് അടിച്ച്? അത് അയാളൊരു ടെൻഡൻസിയാണ്. എന്നതുപോലെ ഇൽമു പഠിക്കണം എന്നൊരാൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്കിപ്പോൾ മുറബിയായ ഒരു ആലിമ് അതാണ് അതിൻ്റെ റൂട്ട്. അത് കിട്ടണില്ല. അപ്പോഴത്തെ കാട്ടെ ഇബ്നു ഉസൈമീനെ പോലത്തെ ഒരു ആലിമിനെ അവിടെ കിട്ടാനില്ല, ഇബ്നു ബാസിനെ പോലത്തെ ഒരാളെ കിട്ടാനില്ല. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ ഫർദിയായിട്ട് പഠിക്കും, ആലിമീങ്ങളെ ദുറൂസ് കിട്ടാണ്ട്. അപ്പോൾ ആ ആലിമീങ്ങളെ ദുറൂസ് കേട്ട് പഠിക്കും. ആ ഉലമാഇന്റെ കിതാബ് കിട്ടാണ്ട് ആ കിതാബുകൾ വായിച്ച് പഠിക്കും. അങ്ങനെ ഫർദിയായ പഠനം, അധ്വാനം, ഈ അധ്വാനത്തിലൂടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇൽമു നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാനെ പോലത്തെ, ഇബ്നു ബാസ് റഹ്മഹുല്ലാനെ പോലത്തെ ഒരു ആലിമ് ഞമ്മക്കും വേണ്ടി ഒഴിഞ്ഞ് ഇരിക്കുന്നു തരുന്നൊരു അവസ്ഥ ഇല്ല ഇവിടെ. അങ്ങനത്തെ ഒരു ആലിമും ഇല്ല ഇവിടെ. ചില ആളുകളൊക്കെ അങ്ങനെ ഇദ്ദാ ചെയ്യുന്നുണ്ട് എങ്കിൽ ഓക്കെ, നമ്മൾ ഓരോരുത്തർ പഠിക്കാൻ ചെല്ലാൻ തയ്യാറാണ്. ഇവരൊക്കെ പഠിപ്പിച്ചതുപോലെ ഉള്ള രൂപത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരണം. അതല്ലാതെ ബലിങ്ങനെ ഒരു കിതാബ് തൗഹീദ് ക്ലാസ് എടുക്കുന്ന 4 കൊല്ലം നമ്മളതിങ്ങനെ ഇരുന്ന് കൊടുക്കുക, അത് പറ്റില്ല. ഇത് അതേമാതിരി എന്തെങ്കിലും ഒരു ഫിഖഹിൻ്റെ കിതാബ് ക്ലാസ് എടുക്കുക. ഇതിന് നഹ്വും സർഫും ബലാഗയും ഉസൂലുൽ ഫിഖ്ഹും ഉസൂലുൽ ഹദീസും അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട്. അതിന് സിലബസും ഷെഡ്യൂളും വെച്ച് കണ്ടിട്ട് ഒരു സ്ഥാപനം തുടങ്ങണം. എന്നിട്ട് ആളുകളെ
ആ രൂപത്തിൽ തെർബിയത്ത് ചെയ്ത് കൊണ്ടുപോകാൻ തയ്യാറാവണം. അപ്പം എന്നാലും ആ ക്ലാസ്സിൽ നമുക്ക് ചെന്നിരുന്ന കാര്യം ഉണ്ടാവും. അല്ലാതെ ഇവരെ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും ഒരു കിതാബ് തൗഹീദ് ക്ലാസ് വെക്കും, വേറെ ഇവർക്ക് തോന്നുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ക്ലാസ് വെക്കും. അവിടെ ചെന്നാണ്ട് അതിനിങ്ങനെ കാത്തിട്ട് കുത്തിർന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് എന്നിട്ട് അവിടെ തന്നെ ചെന്ന് ഇൽമ പഠിക്കാനും പറ്റുള്ളൂ. ഓൺലൈനൊന്നും പഠിച്ചാനേ പറ്റൂല. ഈ രൂപത്തിലൊക്കെ ഇതൊക്കെ തിട്ടൂരാണ്. അതായത് ഇപ്പോൾ മൂപ്പര അടിമായിട്ട് നമ്മളിങ്ങനെ നിൽക്കണം. ഓക്കെ നിന്ന് കൊടുക്കേനി, എന്തെങ്കിലും കാര്യമുണ്ട്, ഒരു കാര്യമില്ല. ഇത് പറ്റൂല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് ഇപ്പം പോസിബിളായ മാർഗം എന്താണ്? ഇപ്പം ഞാനിപ്പം വലിയ ആലിമൊന്നുമില്ല, ഇൽമൊന്നും പഠിപ്പിക്കാൻ പറ്റിയ യോഗ്യത ഉള്ള ആളൊന്നുമല്ല. അതിപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം ഞാൻ അതിനൊന്നും പറ്റിയ ആളല്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം നിശ്ചയുണ്ട്, ചെങ്ങായിക്ക് അറബി ഭാഷ ലേശമൊക്കെ നിശ്ചയുണ്ട്. നഹ്വും സർഫും ബലാഗും ഒക്കെ നിശ്ചയുണ്ട്. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ബേസിക്, ഉസൂലുൽ ഹദീസിൻ്റെ ബേസിക് ഒക്കെ ചെങ്ങായിക്ക് അറിയാം. യോഗ്യനൊന്നുമല്ല, ഇവിടുന്ന് ഇജാസത്തൊന്നും കിട്ടിയിട്ടൊന്നും. പക്ഷെ ഓനക്കിത് നിശ്ചയുണ്ട്. ഓൻ്റെ അടുത്ത് പോയി കുത്തിർന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓനെക്കൊണ്ട് കഴിയുന്ന മാരത്തിലുള്ള ട്രെയിനിങ് ആ വിഷയത്തിലും തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് ചെന്നു ആക്കാം. ഇതൊക്കെ പഠിപ്പിക്കണ വലിയ ഏതെങ്കിലും സൗദി അറേബ്യയിലൊക്കെ ഉള്ള ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ചെന്നു നോക്കാം. അങ്ങനെ ചങ്ങായിൻ്റെ അടുത്ത് നാട്ടിൽ ഓൻ്റെ അടുത്ത് കുത്തിർന്നായിട്ട് ഞങ്ങൾ ഇങ്ങനെ കിതാബ് അങ്ങനെ പഠിച്ചിനി. അപ്പോൾ ചെറുതായിട്ട് സഹീഹ് എന്താ, ലഈഫ് എന്താ, ഹസൻ എന്താ, ഹസനുൽ ഗൈരിഹി എന്താ, എങ്ങനെയാണ് ഈ ഹസനുൽ ഗൈരിഹിയും ഹസനുൽ ദാത്തിഹിയും തീരുമാനിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ മൂപ്പർ ഇങ്ങനെ കാണിച്ച് തത്ബീഖ് ചെയ്ത് ഒരു മട്ടത്തിലൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. വലിയൊരു ക്ലാരിറ്റി ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ അതൊക്കെ കേട്ടാൽ മനസ്സിലാകുന്ന ഒരു ക്വാളിറ്റിയിലായിട്ടുണ്ട്. ഞങ്ങളിവിടെ ചേർത്ത എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവിടെ വല്ല അഡ്മിഷനും കിട്ടിയാലോ. ഇനി അതൊന്നും കിട്ടിയില്ല, ഒന്നും ആരും നിങ്ങളെ ഏറ്റെടുക്കാനും നിന്നിട്ടില്ല. അപ്പം എൻ്റെ മാതിരി തന്നെ ഞാൻ പല ആളുകളായിട്ടും ബന്ധപ്പെട്ടു. എനിക്കൊന്ന് തുറന്ന് പഠിക്കണം ആഗ്രഹമുണ്ട്. അപ്പോൾ പല നിലക്കും ബന്ധപ്പെട്ടു. അപ്പോൾ ആർക്കും എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഹെൽപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, കുട്ടികളെ കാര്യങ്ങളും നോക്കണം, പഠിക്കും വേണം. അപ്പോൾ രണ്ടും കൂടി കഴിയുന്ന ഒരവസ്ഥ ഇല്ല. പിന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാളെ കയ്യും കാലും പിടിച്ചാണ്ട് ഇങ്ങനെ വയ്യാതെ നടക്കുന്ന സ്വഭാവം എനിക്കില്ല. അള്ളഹാനോട് പറയാമെന്നല്ലാതെ നാട്ടുകാരോട് പറഞ്ഞ സ്വഭാവം എനിക്കില്ല. അത് ഭൗതികമായ കാര്യമാണെങ്കിലും ശരി, അഭൗതികമാണെങ്കിലും ശരി. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഞാൻ ഒരു കടം മേടിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് അത്രയും എന്നോട് അടുത്ത് നിൽക്കുന്ന ആളുകളടുത്ത് ഞാൻ കടം പോലും മേടിക്കും. അല്ലാത്തവരടുത്ത് ഞാൻ കടം മേടിച്ചില്ല. ബുദ്ധിമുട്ടായതായാലും അള്ളഹാനോടെ പറയുള്ളൂ, വേറെ ആരോടും പറയാൻ നിൽക്കുന്നില്ല. ആരോടും എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ്ട് ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം സഹായങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം ഞാനിപ്പോഴത്തെ കാട്ടിന് ഫർജിയായിട്ട് ഇങ്ങനെ പഠിക്കുന്നു, ദുറൂസുകൾ കേൾക്കുന്നു, കിതാബുകൾ വായിച്ച് പഠിക്കുന്നു, അങ്ങനെ പോണ്. അപ്പോൾ ഷെയ്ഖ് റയീസും പറഞ്ഞത് തന്നെയാണ്, ഇങ്ങനെ പഠിക്കുക. അല്ലാതെ ഇപ്പോൾ ഇത് വലിയ ജാമിയാത്തുകളിലും മറ്റൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ജാമിയാത്തുകളുടെ അവസ്ഥ ഇപ്പം എന്താണ്? മൂപ്പര് പറഞ്ഞാൽ എന്താണ്? അവിടെയൊക്കെ ഇപ്പം ദക്തൂർ, PG ഇങ്ങനെയൊക്കെയുള്ള പേരുകളേ ഉള്ളൂ. ഇൽമ പഠനമൊന്നും അവിടെ ഇല്ല. ഒക്കെ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാവും, ആ ക്ലാസ് അനുസരിച്ച് നടത്തുന്ന ഒരു പരീക്ഷ ഉണ്ടാവും. ആ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതി കഴിഞ്ഞിട്ടാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. എന്നതിന് അങ്ങേപ്പുറം പഴയ മാതിരത്തെ തഅല്ലുമൊന്നും ഇപ്പം കോളേജുകളിലും ഇല്ല, യോഗ്യരായ ആളുകൾ പഠിപ്പിക്കുന്ന കോളേജുകളിലും ഇല്ല. പിന്നെ ഇപ്പം എന്താണ്? ആ തഅല്ലുമാണ് ഇപ്പം ഇത്. പഴയ പള്ളി ദർസിലുണ്ട് ഇനി ആ പരിപാടി. അതാണ് ഇപ്പം നിങ്ങളെ ഞാൻ തരുന്നത്. ഇപ്പം ഇന്നലത്തെ പാഠം ഞാൻ ചോദിച്ചു, നിങ്ങൾ മറുപടി തന്നില്ല. ഞങ്ങളോട് പറഞ്ഞത് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ. ആ ഇന്നലത്തെ പഠിപ്പിച്ച ആ 3 ഖാഇദ ചൊല്ലിത്തന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ 4-5 ഖാഇദ എടുത്തു തന്നു. ഇനി ചിലപ്പോൾ നാളെപ്പം ഞാനതൊന്നും ചോദിക്കാതെ അടുത്ത പാഠം എടുത്തു തരും. ചിലപ്പോൾ മറ്റന്നാളെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഖാഇദ ചോദിക്കും. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ഇതേമാതിരി പഠിപ്പിക്കും. അപ്പോൾ ഇതെന്താണ്? പള്ളി ദർസ് സിസ്റ്റം ഇങ്ങനെയാണ്. ഒരു ഇൽമ് ഇജ്ജ് പഠിക്കുന്നത് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടല്ല. ആ ഇൽമ എപ്പോഴാണോ എനിക്ക് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സമയത്ത് ആ ഇൽമെടുത്ത് പ്രയോഗിക്കാനുള്ള ട്രെയിനിങ് ആണ് ദർസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ആ സിസ്റ്റം എനിക്കറിയാം. എനിക്ക് തെസ്കിയൊന്നും കിട്ടിയിട്ടില്ല. എന്നോട് ഇപ്പം എന്നെ പഠിപ്പിച്ച മൊയ്ലിയർ തന്നെ എന്നോട് പറഞ്ഞത് ഇജ്ജും ഞാനും തമ്മിലൊരു ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. സെൽഫിയായപ്പോൾ മുമ്പ് ഇജ്ജും ഞാനും തമ്മിലൊരു ബന്ധമില്ല, എൻ്റെ അടുത്തുള്ളതൊക്കെ കിട്ടിയാൽ ഇങ്ങോട്ട് തന്നാളാന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന നിങ്ങളതിൻ്റെ തുണി ഇറങ്ങി കേട്ടാനാ മുപ്പ ഏൽപ്പിച്ചാണ് മൂപ്പരടുത്താണ് ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തോ ആവി പോണയിലാണ് പോകുന്നുള്ളത്. ഞാൻ പറഞ്ഞു എടുക്കാൻ പറ്റുന്ന നിങ്ങളാണ്ട് എടുത്താളി പറഞ്ഞു. അല്ലാതെ ഇപ്പം ഞാൻ പഠിച്ച ഇൽമി ഞാനിനി മറന്നല്ലോ മൂപ്പർക്കും വേണ്ടിയിട്ട്. അത് നടക്കില്ല. മൂപ്പർക്ക് അത് ഊരിയാണ് കൊണ്ടുപോകാൻ പറ്റുന്ന വല്ല കറാമ്പറപ്പുണ്ട് ഊരിയാണ് കൊണ്ടിരിക്കോട്ടെ. ലാഭത്തെ കാട്ടിന് എനിക്കിപ്പോൾ അതിനും വേണ്ടി എനിക്ക് ബോധ്യപ്പെട്ട സത്യമൊന്നും മൂടിയേക്കാൻ പറ്റില്ല. ഞാനത് തുറന്നു പറയും. അതിനിപ്പം ഇതേമാതിരി തന്നെ ഇപ്പോൾ ഷെയ്ഖ് റയീസോ അതുപോലത്തെ പണ്ഡിതന്മാരെ എനിക്ക് വലിയ ബഹുമാനമുണ്ട്.
ഇനി നാളെ ഞാൻ പഠിച്ച് എനിക്ക് ബോധ്യപ്പെടുകയാണ് ഇവരുടെ ഏതെങ്കിലും ഒരു നിലപാട് അത് ഖുർആൻ വിരുദ്ധമാണ്, അല്ലെങ്കിൽ സ്വഹിയായ ഹദീസിന് ഞാനത് തുറന്നു പറയും. അതിൻ്റെ പേരിൽ ആ വാൻ്റെ ദർസിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഇനി വിധി പ്രഖ്യാപിച്ചോട്ടെ. ഞാനിപ്പോൾ പല ആരെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സെൽഫി ആയതല്ല. എനിക്ക് മരിച്ചണം. മരിച്ചാൽ ഞാൻ ഒറ്റക്ക ഖബറിലുണ്ടാകുക. അല്ലാഹു തആലാന്റെ വിശുദ്ധ ഖുർആനെതിരായിട്ട് അല്ലെങ്കിൽ സ്വഹിയായ ഹദീസിനെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ബോധ്യപ്പെട്ടൊരു സത്യം, എനിക്ക് നല്ല വ്യക്തമായ ബോധ്യപ്പെട്ടൊരു സത്യം, അത് ഞാൻ മൂടി ചെയ്ഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ അല്ലാതെ അവിടെ രണ്ടിനുള്ള വജഹുണ്ട്. ഒരു ഇജ്തിഹാദിയായ മസ്അലയാണ്. ഇപ്പം ഏതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ പല വിവാദമായിട്ട് നിൽക്കുന്ന മസ്അല ഉണ്ടല്ലോ. അപ്പം മാസപ്പിറവി, തക്ഫീർ മസ്അല, അങ്ങനെയൊക്കെ അത് ഖിലാഫ്, പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള മസ്അലയാണ്. അതിന് ഓരോരുത്തർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട്. അത് പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് ആ ന്യായങ്ങൾക്കൊക്കെ വ്യക്തമായ ബലങ്ങളും ഉണ്ട്. അവിടെ എനിക്ക് ബോധ്യപ്പെട്ടൊരു ന്യായം അതിനനുസരിച്ച് ഞാൻ എടുക്കും. അല്ലാത്തത് ആ ന്യായങ്ങളെ ഞാൻ തള്ളും, ആ നിലപാടുകളെയും തള്ളും. അത്രയേ ഉള്ളൂ. അതിനെതിരെ ഞാനിങ്ങനെ കൊടുവാളെടുത്ത് ഇറങ്ങുന്നില്ല. ചേരാ മറിച്ച് അത് ഖുർആൻ വിരുദ്ധമാണ്, ഹദീസ് വിരുദ്ധമാണ് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. വന്നല്ല യഖീൻ തന്നെ. അതിപ്പോ നിങ്ങൾ അതിനെ ഇജ്തിഹാദിയായ മസ്അല എന്ന് പറയുന്നത്, പക്ഷെ എനിക്ക് അങ്ങനല്ല ബോധ്യപ്പെട്ടത്. അത് യഖീനാണ്, അത് ഇജ്തിഹാദി അല്ല. നിങ്ങൾ ഇജ്തിഹാദി എന്ന് പറയാനുള്ള വകുപ്പാടില്ല. ഞാൻ വ്യക്തമായിട്ട് പറയും. എൻ്റെ ന്യായങ്ങൾ ഞാൻ നിരത്തിയാണ്ട് വെച്ചാണ്ട് തരും. അതിന് ക്രോസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഞാനത് ആക്കി തരും. പിന്നെ അവിടെ നിങ്ങൾക്ക് ആകെയുള്ള വർത്താനം എന്താണ്? ഇത്രയും വലിയ ആൾക്കാരൊക്കെ പറയണില്ലേ? അതിനോട് കുറെ ആൾക്കാർ മുന്നേയും പറഞ്ഞു. ഇനി വലിയ വലിയ ആൾക്കാർ പറഞ്ഞ വർത്താനം ഇസ്തവ അലൽ അർശിനെ തെഅ്വീൽ ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് തെഅ്വീൽ ചെയ്യാൻ പറ്റൂ. അത് ന്യായമല്ല. തെഅ്വീൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് സലഫിന്റെ ഇജ്മാ വെച്ചിട്ടാണ്. സലഫിന്റെ ഇജ്മാഇനെ പൊളിച്ചാൻ പിന്നെ വലിയ വലിയ ആൾക്കാർക്കൊന്നും പറ്റൂല. അതുകൊണ്ടിട്ട് ആ വലിയ വലിയ ആൾക്കാരെ ഞാനാണ് തള്ളുന്നത്. അപ്പൊ തള്ളിയപ്പം ഓല് ഇനിയും തള്ളി. അപ്പൊ ഇതേമാതിരി ഇനിയിപ്പം ഇവിടുന്ന് ആരെങ്കിലും എന്നോട് തള്ളുകയാണെങ്കിൽ ഒരു തള്ളിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് മരിച്ചണം. മരിച്ച് ഖബറിലെത്തുന്ന സമയത്ത് കുടുങ്ങണ ഒരു പണിക്കും ഞാൻ നിൽക്കില്ല. ഞാൻ ഇൽമു പഠിച്ച് പഠിപ്പിക്കുന്നത് എൻ്റെ റൂട്ട് ഇതാണ്. ഞാൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത്. എൻ്റെ അടുത്ത് നിന്ന് പഠിക്കണ നിങ്ങളും ഈ റൂട്ട് തന്നെ സ്വീകരിക്കണം എന്നാണ് നിങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ്. നിങ്ങളാ നല്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് എക്സസൈസ് ചെയ്യണം, രാവിലെ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങളോട്. അരമണിക്കൂറെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയാതെ വരും. നിങ്ങൾ ബോധ്യപ്പെട്ട സത്യം വിളിച്ചറിഞ്ഞതിൻ്റെ പേരിൽ ഓരോരുത്തരും ഓരോ ടീമിൻ്റെ കീഴിൽ ഓരോ പള്ളി മദ്രസയൊക്കെ ഉണ്ടാകുക. ആ എവിടെ നിങ്ങൾക്ക് കൂത്തപ്പെട്ടൂല, എവിടെ നിങ്ങൾക്ക് തെദ്രീസ് കിട്ടൂല, എവിടെ ഒരു പണിയും കിട്ടാതാവും. ഈ മേഖല എൽമിയായ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടാതാവും. നിങ്ങൾക്ക് പിന്നെ ആകെയുള്ള പരിപാടി എന്താണ്? യൂട്യൂബ് തുറന്ന് വെച്ചുകൊണ്ടിട്ട് നിങ്ങൾ പഠിച്ച നിങ്ങൾക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരും. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടെന്ന് വരും. ഇപ്പം ഈ നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് പിന്തുണകളെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇതേമാതിരി എൻ്റെ ഇൽമ പ്രചരിപ്പിക്കാൻ എനിക്ക് ഒന്നുകിൽ യൂട്യൂബ് ചാനലിൽ തുടങ്ങേണ്ടി വരുന്ന അവസ്ഥ വരും, അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ തുടങ്ങേണ്ട അവസ്ഥ വരും. അത് തുടങ്ങും, അത് ചെയ്യും. അല്ലാഹു തആലാന്റെ ദീൻ പ്രചരിപ്പിക്കാൻ എൻ്റെ മുമ്പിൽ ഒരു മാധ്യമം തുറന്ന് കിട്ടണ ആ മാധ്യമത്തിലൂടെ ഞാനത് ചെയ്യും. അപ്പോൾ പെരയിൽ ഇപ്പോൾ പള്ളിയിലെ പണിയൊന്നുമില്ല, അപ്പോൾ പെരയിൽ കുഞ്ഞോളെയും കുട്ടികളെയും പോറ്റാൻ പയമാര് കണ്ടിട്ട് വേണ്ടി വരും, പോണം. അപ്പം അതിനാവത് വേണം. ഇത് സിമ്പിളാണ് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ. കൃഷി പഠിക്കുക എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. വെണ്ടക്കൃഷി, തക്കാളി കൃഷി, വഴുതനകം കൃഷി, അങ്ങനെ പലജാതി കൃഷികളുണ്ട്. മത്തൻ, ഇങ്ങനെയുള്ള നല്ല അത്യാവശ്യം മാർക്കറ്റും ഉണ്ട് അതിനൊക്കെ. ഒരു 10-50 സെന്റ് സ്ഥലം പാട്ടത്തിന് കിട്ടും. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഈ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ആൾക്കാർക്കൊന്നും കൃഷി വേണ്ട, എല്ലാവരും ബിസിനസ്സുമ്പോൾ പോവുക. അപ്പോൾ ഈ കോട്ടക്കൽ ഭാഗത്തും ചേളാരി ഭാഗത്തും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നു, ആർക്കും വേണ്ടാതെ. അവിടെ ഓലോട് ചെന്നാണ് എനിക്ക് ആ പാട്ടം തരടോ. ചിലപ്പോൾ പാട്ടും വേണ്ടി വരില്ല. ഞാൻ ഏതായാലും കൃഷി നനയ്ക്കുന്ന സമയത്ത് എൻ്റെ തെങ്ങും കൂടി നനയും. അതിമെന്ന് പറഞ്ഞ തേങ്ങ ഞാനൊന്ന് പെറുക്കി കൂട്ടിയാണ്ട് അവിടെ വെച്ച മൂലക്കലോടെയും വെക്കണ്ട്. വീണത് ഉണങ്ങി വീണത് വലിക്കാനും എനിക്ക് നേരമില്ല. അപ്പോൾ ഞാൻ മൂലക്കലോടെയും ഉണക്കിക്കൂട്ടി വെക്കണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാനത് വിറ്റാണ് അതിൻ്റെ കായ് എനിക്ക് ഞാൻ തരണ്ട്. ഞാൻ അഴിമതിയൊന്നും കാണിച്ചില്ല. എന്നെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എന്താണ്, അവിടെ തേങ്ങ ഉണങ്ങി വീണ് അവിടെ കിടന്ന് മുളയ്ക്കുന്ന കള്ളന്മാർക്ക് കൂടി വേണ്ടേ? കള്ളന്മാർക്ക് ഇപ്പോൾ തേങ്ങ വേണ്ട, ഓരിപ്പം വേറെ എന്തൊക്കെ പരിപാടികളിലാണ്. ഇതൊന്നും ലാഭമുള്ള കക്കലല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ മുളച്ചു പോവാണ്. അപ്പോൾ അത് ഞാൻ പെറുക്കി കൂട്ടിയാണ്ട് വിറ്റാണ്ട് അതിൻ്റെ കയ്യരുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ സമ്മതിച്ചു. അവിടെ മര്യാദക്ക് അതിൻ്റെ സൈഡിൽ തന്നെ കാട് പിടിച്ചെടുക്കണ കിണറുണ്ടാവും, അതൊന്ന് വൃത്തിയാക്കണം.
ഞാൻ കെട്ടിടിക്കാരനല്ലേ, ഈ വൃത്തിയാക്കാൻ ഒരു ബംഗാളിനേറ്റ് എന്നാൽ അവന് വലിച്ചാനേ ഇറങ്ങി ക്ലിയർ ആക്കണ പണിയൊക്കെ ഞാൻ എടുത്തോളൂ. അവനവന്ന് വലിച്ച് കറക്കിയിട്ടിട്ടെന്നാൽ അത് ഒരു മോട്ടർ വെക്കണം, ഇങ്ങോട്ട് കൈക്കോട്ട് മിക്കാസ് എടുത്താൽ കൊത്തി കളച്ച് കണ്ടിട്ട് അവിടെ വിത്ത് നടണം. 2-3 മാസം കൊണ്ട് കൃഷിയാവും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയാൽ മതി. ആരെ കജ്ജും കാലും പിടിച്ചണ്ട, ബോധ്യപ്പെട്ട സത്യം പറയാം. പക്ഷെ ഞാൻ അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ എനിക്ക് തൊള്ളേതോന്നെ വിളിച്ചറിയും എന്ന ലെവലിലേക്ക് പോകരുത്. ഇവിടെ നമ്മളെക്കാട്ടിലും വലിയ ഉലമാ ഇവിടെ വന്നിട്ടുണ്ട്, അവർ ദീൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കിടയിലൊക്കെ ഖിലാഫുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇത്തിരി പോലെ ഒരു ഞാനിയോട് വന്നാണ്ടിട്ട് അതൊന്നും ശരിയല്ല, എനിക്കിങ്ങനെയാണ് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു നിലപാട് സ്വീകരിക്കരുത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വിവരക്കേടാണ്. അഹങ്കാരം എന്നും പറയാൻ പറ്റൂല, ഇല്ലേ, വിവരക്കേടാണ് അതൊക്കെ. പല ലെവലിലേക്കൊന്നും പോവുകയും ചെയ്യരുത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങൾ അങ്ങനെ വന്നാൽ അവിടെ വ്യക്തമായ തെളിവുകൾ സമർപ്പിച്ച സമയത്ത് മറ്റേ ആളുകൾ പറയണം അത് ഇങ്ങനെയുള്ള വലിയ ആൾ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു വലിയ ആൾ പറഞ്ഞിട്ട് അമ്മയിര് വർത്താനം പറഞ്ഞ സമയത്ത് ഈ വലിയ ആൾ വർത്താനേ ഉള്ളൂ, വേറെ അതില്ലത്തൊന്നുമില്ല. എങ്കിലപ്പം നമുക്ക് പറയാം ഞാൻ സംഗതി അത്ര വലിയ ആളൊന്നുമല്ല, പക്ഷെ ഞാനിത് പറഞ്ഞതേ എനിക്ക് ബോധ്യപ്പെട്ടത് അല്ലാഹു തആലാന്റെ ദീൻ എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പറഞ്ഞതുമല്ല. പക്ഷേ ഇതാണ് എനിക്ക് ബോധ്യപ്പെട്ട സത്യം, ഇതാണ് അതിൻ്റെ അതില്ലത്ത്. അതിന് നിങ്ങൾ ക്രോസ് ചെയ്തിട്ടൊന്നുമില്ല. വലിയ ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടെ ക്രോസ് ചെയ്തു. വലിയ ആൾക്കാർ പറഞ്ഞത് ക്രോസ് ആവില്ല, ദലീൽ വെച്ച് ക്രോസ് ചെയ്താലേ ക്രോസ് ആവുള്ളൂ. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ശൈലി സ്വീകരിക്കും, ഈ ശൈലി പ്രചരിപ്പിക്കും. ഇതിനെതിരായിട്ടുള്ള നിലപാടുകൾ തെറ്റാണ് എന്ന് ഞാൻ പറയും. ദലീലുണ്ടെങ്കിൽ ക്രോസ് ചെയ്തോളൂ, അല്ലാതെ വലിയ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രോസ് ചെയ്താൽ ക്രോസ് ആവില്ല എന്ന് നമ്മൾ പറയും. അപ്പം അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പണിയൊക്കെ മനസ്സിലായില്ലേ, ദീനിനും വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ കൃഷിപ്പണി എടുക്കേണ്ടി വരും. അപ്പോൾ തനിയാണ്ട് പച്ച മൈലിയരാവണ്ട, തടിയൊക്കെ ഒന്ന് ഇളക്കിക്കാലേണ്ടി ഇറക്കും. വെറും ഒരു മൈലിയർ പണി എന്നുള്ള രൂപത്തിൽ പോകണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ തൊഴിലുകളും കൂടുതൽ പഠിച്ചിട്ടേണ്ടി, വല്ല മൊബൈൽ എന്നാക്കണ പണിയോ വല്ല കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നാക്കണ പണിയോ, അങ്ങനെ പല പണികളും ഉണ്ട്. അതുപോലെ കമ്പ്യൂട്ടറിൽ കുത്തിക്കണിക്കണ പല പണികളും ഉണ്ട്. അതൊക്കെ 15 ദിവസം കോഴ്സ്, 3 മാസ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ പല കോഴ്സുകളും ഉണ്ട്. അപ്പോൾ അതിൽ ക്വാളിഫൈഡ് ആയ ഏതെങ്കിലും കോഴ്സൊക്കെ അന്വേഷിച്ചാണ്ട് അതൊക്കെ ഒന്ന് ചേർന്ന് പഠിച്ചാൽ നല്ലതാണ്. മനസ്സിലായില്ല, അടിമയായി നിൽക്കേണ്ടി വരില്ല, നിവർന്ന് നിൽക്കാം. അല്ലാഹു തആലാന്റെ ദീനിനും വേണ്ടിയിട്ട് നിവർന്ന് നിൽക്കാൻ കഴിയും. മറ്റേ അടിമയായി പോകും. അവൻ്റെ പണിയേ ഉള്ളൂ, ആ പണി പോകാനക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി പോവും. അതിന് വേണ്ടിയിട്ട് ബോധ്യപ്പെട്ട സത്യം മനസ്സിൽ കുത്തോടുകൂടെ മൂടിയേക്കേണ്ടി വരും. അങ്ങനെ മൂടിയേക്കേണ്ടി വരില്ല, നിവർന്ന് ചിലക്കാവാൻ പറയാം. ഇനിയിപ്പം നമ്മൾ ആ തംരീൻ ഫുള്ള് വായിച്ചില്ലേ? അവസാനത്തെ എന്തേനി ഉദ്കുർ സിയഗ ഹാദിഹിൽ അഫ്ആൽ, അത് പറഞ്ഞല്ലേ യഖ്സിമു ബയ്യിൻ സിയഗത വ ബാബൽ അഫ്ആലി അൽ മുഅശ്ശരി തഹ്തഹ ബിഖത്തിൻ ഫിൽ ആയാത്തി താലിയ. ബയ്യിൻ നീ വ്യക്തമാക്കുക, സിയഗത സീഗ വ്യക്തമാക്കണം, അതായത് വസ്ന ഏതാണെന്ന് വ്യക്തമാക്കണം. വ ബാബൽ അഫ്ആലി, അതുപോലെ ഫിഅലുകളുടെ ബാബും വ്യക്തമാക്കണം. അൽ മുഅശ്ശരി തഹ്തഹ, എങ്ങനത്തുള്ള ഫിഅലുകൾ? അൽ മുഅശ്ശരി തഹ്തഹ, അതിൻ്റെ താഴെ അടയാളപ്പെടുത്തപ്പെട്ടതായ, ബിഖത്തിൻ ഒരു വര കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടതായ, ഫിൽ ആയാത്തി താലിയ താഴെ വരുന്ന ആയത്തുകളിൽ ഒരു വര കൊണ്ട് താഴെ അടയാളപ്പെടുത്തപ്പെട്ടതായ ഫിഅലുകളുടെ ബാബുകളും വസ്നുകളും വ്യക്തമാക്കണം. وإن منها لما يشقق فيخرج منه الماء, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണത്. ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാഅ് വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. സൂറത്തുൽ ബഖറ. ബനു ഇസ്രായേലിലെ ആളുകളോട് പറയാണ്, അവർക്ക് അല്ലാഹു തആല മരണപ്പെട്ട ആളെ ജീവിപ്പിക്കുന്നത് വരെ അവരെ കണ്ണുമ്പ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ആയാത്തുകളെല്ലാം കാണിച്ചു തന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ടോ എല്ലാം കണ്ടതിൻ്റെ ശേഷം
പിന്നെ അതിൻ്റെ ശേഷങ്ങളെ ഹൃദയങ്ങളാണ്ട് കടുത്തുപോയി ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം. വഹിയക്കൽ ഹിജാറത്തി, അത് കല്ലുകളെ പോലെയാണ് ആ ഹൃദയങ്ങൾ. ഓ അശദ്ദു ഖസ്വ, കല്ലുകളെ പോലെ എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടിയും കടുത്തുപോയി. ഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കാരണം ചില കല്ലുകളിൽ നിന്ന് ഉറവങ്ങനെ പൊട്ടിയൊലിക്കുന്നുണ്ട്, അതിൽ നിന്ന് വലിയ നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹു മാ, പൊട്ടിയിട്ട് ഇങ്ങനെ അതിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന കല്ലുകൾ വേറെയും ഉണ്ട്. അതുപോലെ അല്ലാഹു തആല എന്നുള്ള ഭയം കാരണം ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, മുകളിൽ നിന്ന് താഴെ ഉരുണ്ടു വീഴുന്ന കല്ലുകൾ. നിങ്ങൾക്ക് ഇതൊന്നും പറ്റിങ്ങളെ കൽബ് കല്ലുകളോട് പോലും സാദൃശ്യം പറ്റൂല, അതിനെക്കാട്ടിലും കടുത്തു പോയിട്ടുണ്ട്. അപ്പൊ അവിടെ യശഖഖു, ഇതിന്റെ വസന ഏതാ, ഏത് ബാബില പെടുക, എങ്ങനെയാ ഇപ്പൊ ഇങ്ങനെ ആയത്, അതൊക്കെ ഒന്ന് വിശദീകരിക്കണം. അതുപോലെ ലാ യസ്സമഊന ഇലൽ മലഇൽ അഅ്ലാ, അതും ഒന്ന് പറയണം. അതുപോലെ ലിയദ്ദബ്ബറു ആയാതിഹി അമ്മൻ ലാ യഹ്ദി ഇല്ലാ അൻ യുഹ്ദാ, അത് ഒന്ന് പറയണം. ഇതിനൊക്കെ അർത്ഥം ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.